മിഡ് വെസ്റ്റ് ലിമിറ്റഡിൻ്റെ ഒരു IPO ആണ് ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഒരു IPOയുടെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് പോകാം. ഏതായാലും ഇതിനെക്കുറിച്ച് എടുത്തു പറയേണ്ട കമ്പനിയുടെ ഒരു പ്രവർത്തനം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന 1981 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനി. എക്സ്പ്ലോറേഷൻ, മൈനിങ്, പ്രോസസ്സിംഗ്, മാർക്കറ്റിംഗ് കൂടാതെ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോർട്ട്, നാച്ചുറൽ സ്റ്റോൺസിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഒരു കമ്പനിയാണ് മിഡ് വെസ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇതിലും കമ്പനിയുടെ സബ്സ്ക്രിപ്ഷൻ ഇന്നാണ് മാർക്കറ്റിൽ വിപണിയിൽ ആരംഭിച്ചത്. ഏതായാലും നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കമ്പനി സമാഹരിക്കാൻ ഇപ്പോൾ വിപണിയിലേക്ക് വന്നിരിക്കുന്നത് 451 കോടിയുടെ ഒരു സമാഹരണമായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇതിൽ ഫ്രഷ് ഇഷ്യൂ ആയിട്ട് വരുന്നത് 250 കോടിയാണ്. ഓഫർ ഫോർ സെയിലായിട്ട് വരുന്നത് 201 കോടി എന്നൊരു കണക്കുമാണ് കാണുന്നത്. ഏതായാലും പ്രൊമോട്ടേഴ്സിൽ നിന്നുള്ള ഈ ഒരു ഓഫർ ഫോർ സെയിൽ എടുത്ത് പറയേണ്ടത് 2 പ്രധാനപ്പെട്ട പ്രൊമോട്ടേഴ്സാണ് ഇപ്പോൾ ഈ ഒരു ഓഫ്ലോഡ് ചെയ്യുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിതിൻ്റെ ഒരു റീറ്റെയിൽ ഇൻവെസ്റ്ററിൻ്റെ ഒരു മിനിമം റിക്വയർമെൻറ്റ് എമൗണ്ട് നോക്കുമ്പോൾ 14,910 എന്നൊരു തുകയാണ് കാണുന്നത്. ഇതിൽ 130 കോടി രൂപ കമ്പനി സമാഹരിക്കുന്ന ഇത്തരം പണത്തിൽ നിന്ന് 130 കോടി രൂപ കമ്പനി ചെലവഴിക്കാൻ പോകുന്നത് കമ്പനിയുടെ തന്നെ സബ്സിഡറിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയായിരിക്കും. 26 കോടി രൂപ കമ്പനി സമാഹരിക്കുന്നത് ഇലക്ട്രിക് ഡംപ് ട്രക്സുകൾ വാങ്ങുന്നതിന് വേണ്ടി കൂടിയാണ്. ഏതായാലും മറ്റു ഡീറ്റെയിൽസിലോട്ട് എടുത്ത് പറയേണ്ടത് ഇനി ഒരു 56 കോടി കൂടിയുണ്ട്. ആ ഒരു കോടിയുടെ ഒരു കണക്ക് നോക്കുമ്പോൾ കമ്പനിയുടെ നിലവിലുള്ള ചില കടങ്ങൾ കൊടുത്തു തീർക്കാനായിരിക്കും ഉപയോഗിക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിൻ്റെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ ഇതിൻ്റെ ഒരു ക്ലോസിംഗ് ഡേറ്റ്, IPOയുടെ ക്ലോസിംഗ് ഡേറ്റ് വരുന്നത് 17-ാം തീയതിയാണ്. പ്രൈസ് ബാൻഡ് 1014 മുതൽ 1065 വരെ എന്നാണ് കാണാൻ സാധിക്കുന്നത്. അലോട്ട്മെൻറ്റ് ഡേറ്റ് ഒക്ടോബർ 20 ലിസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ 24 ഏതായാലും ഇന്ന് ഉച്ചയ്ക്കത്തെ, അതായത് ഒരു ഫസ്റ്റ് സെഷൻ അവസാനിക്കുമ്പോഴുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ സ്റ്റാറ്റസ് നോക്കുമ്പോൾ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബയേഴ്സിൻ്റെ ഒരു സബ്സ്ക്രിപ്ഷൻ നിൽ എന്ന രീതിയിലാണ് കാണുന്നത്. എന്നാൽ NI, അതായത് നോൺ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ നോക്കുമ്പോൾ 93% കാണുന്നുണ്ട്. റീറ്റെയിൽ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ 66% എന്നൊരു കണക്കാണ് ഇന്നത്തെ ഒരു ഫസ്റ്റ് സെഷൻ കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്.